ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ എനിക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും കടലക്കറിയാണ് കേട്ടോ. തേങ്ങ അരച്ച കടലക്കറിയും പുട്ടും. നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കടല തലേന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഒരു സവാളയുടെ ഒരു ചെറു പകുതി ഇങ്ങനെ വട്ടത്തിന് കണ്ടിച്ച് ഇട്ടു. പിന്നെ ശകലം മുളക് പൊടി, ശകലം മഞ്ഞൾപ്പൊടി, അതിന് പാകത്തിന് ഉപ്പ് ഇത്രയും ഇട്ട് നന്നായിട്ട് ഇളക്കി. ഒത്തിരി വെള്ളം ഒഴിക്കില്ല കേട്ടോ വേവിക്കാൻ നേരം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തേങ്ങ അരച്ച് ഒഴിക്കുന്നുണ്ടല്ലോ അതിനകത്തേക്ക്. പിന്നെ എല്ലാം കൂടി ആകുമ്പോഴത്തേക്കും വെള്ളം കൂടിപ്പം വെള്ളം കൂടി ഇരുന്നാൽ കൊള്ളില്ല. പിന്നെ ഞാൻ പൊടിയെടുത്തു. വറുത്ത പൊടിയാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത് പുട്ടിന്. ഇന്ന് രാവിലെ എനിക്ക് തേങ്ങ ഒരു പണി തന്നു. തേങ്ങ ഫ്രിഡ്ജിൽ ഞാൻ ഒത്തിരി അല്ല കേട്ടോ, കുറച്ചൊക്കെ ഞാൻ ചിരണ്ടി വെക്കാറുണ്ട്. ഒരു ശകലം പെട്ടെന്നൊരാവശ്യത്തിനേ നമുക്ക് ചിരണ്ടാനൊക്കെ പോകുമ്പോൾ താമസം വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് പക്ഷേ ഇന്നും ഉണ്ടെന്നാട്ടോ ഓർത്തേ. പക്ഷേ ഇന്നില്ലായിരുന്നു. അപ്പോൾ ഒരു 3 തേങ്ങ കിടപ്പുണ്ടായിരുന്നു. 3 തേങ്ങയിൽ 2 എണ്ണം പൊതിച്ചിട്ട് 2ഉം കേടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് എൻ്റെ കൈ വേദനിച്ചത് മാത്രം മിച്ചം. അത് കഴിഞ്ഞ് മൂന്നാമത്തെ പൊതിച്ചപ്പോൾ എന്തായാലും കുഴപ്പമില്ലായിരുന്നു, നല്ലതായിരുന്നു കേട്ടോ. എന്നിട്ട് അത് ഞാൻ പൊതിച്ച് അരച്ചു. വേറൊന്നും ഇട്ടിട്ടില്ല, പച്ചയ്ക്ക് തേങ്ങയാണ് അരച്ചത്. അതിനകത്ത് വേറെ ജീരകമോ അങ്ങനെയുള്ള ഒന്നും ഇട്ടിട്ടില്ല. കാരണം നമ്മൾ താളിക്കുമ്പം മീറ്റ് മസാല പൊടി എന്തെങ്കിലും മസാലപ്പൊടി ഉണ്ടെങ്കിൽ അതിട്ടാണ് ഞാൻ താളിക്കണതേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനകത്ത് വേറെ ഒന്നും ഇടാതെ തേങ്ങ പച്ചയ്ക്ക് അരച്ചെടുത്ത് അതിലേക്ക് ഒഴിച്ചു. വീണ്ടും ഒന്നും കൂടി കുക്കർ ഓണാക്കി ചൂടാക്കി കേട്ടോ, അല്ലെങ്കിൽ തണുത്തിരിക്കുവാണല്ലോ. പിന്നെ നമ്മൾ എണ്ണയിൽ കടുകും പൊട്ടിച്ച് ഒരു കുഞ്ഞ് കഷ്ണം സവോളയുടെ ഒരു ശകലം കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഉള്ളിയായിരുന്നു അതിന് പകരം ഇടേണ്ടത്. ഉള്ളി ഇല്ലായിരുന്നു, ഉള്ളി തീർന്നു പോയി. ഉള്ളി വാങ്ങിക്കണം, പുറത്ത് പോകണമെന്ന്. അപ്പോൾ വാങ്ങിക്കണം. അപ്പം കറിവേപ്പില ഇട്ടു. അത് ഇതായി വന്നപ്പോഴത്തേക്കും അതിനകത്തേക്ക് ശകലം മീറ്റ് മസാലയും കൂടി ഇട്ട് നമ്മുടെ കറി ഞാൻ താളിച്ചു. നല്ലതാണ്, കടലക്കറി നല്ലതല്ലേ. അപ്പം ഞാനിതിൻ്റെ കൂടെ കുറ്റിയല്ല കേട്ടോ ഉണ്ടാക്കണത്. ഈ പുട്ടുകുറ്റിയിൽ നമ്മൾ പുട്ടുണ്ടാക്കൂലേ, അതല്ല കേട്ടോ ഉണ്ടാക്കണത്. ഞാനിന്ന് മറ്റേ ഈ പുട്ട് മേക്കറിലാട്ടോ ഉണ്ടാക്കുന്നത്, ചിരട്ടപ്പുട്ട്. അതിനൊരു കുഴയൊക്കെ ഉള്ളതാണ് കേട്ടോ, നമുക്ക് പിടിച്ച് വെക്കാനൊക്കെ നമ്മുടെ കൈ പൊള്ളാതെയൊക്കെ ഇരിക്കാൻ. അപ്പോൾ എൻ്റെ വീട്ടിൽ ഇടയ്ക്ക് ഒരു 1-2 കുരുപ്പുകൾ വരാറുണ്ട്. ആങ്ങളയുടെ പിള്ളേരാണ് കേട്ടോ. അതിൽ ആ കുഞ്ഞിത് വന്നു കഴിഞ്ഞാൽ ആദ്യം ചോദിക്കണത് ഈ സാധനം. അവൻ അത് എടുത്തുകൊണ്ട് പോയി കളിച്ച് എൻ്റെ ആ കുഴയൊക്കെ പോയി. ഞാൻ എന്നിട്ട് അതുകൊണ്ടാണ് കേട്ടോ ഈ കൊള്ളിലൂട്ടി പിടിച്ചേക്കണത്. എന്നിട്ട് ആദ്യം കൊച്ചിന് തേങ്ങയില്ലാതെ ഞാൻ പുട്ടുണ്ടാക്കി. അവൾക്ക് തേങ്ങ ഇടുന്ന ഇഷ്ടമല്ല. അത് കഴിഞ്ഞ് തേങ്ങ ഇട്ട് എനിക്കും പുട്ടുണ്ടാക്കി. അപ്പോൾ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്, പുട്ടും അടിപൊളി പുട്ടും അടിപൊളി കടലക്കറിയും. അപ്പോൾ നിങ്ങളൊക്കെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ തേങ്ങ ബാക്കി ഉണ്ടായിരുന്നു, അത് മൊത്തം ഞാൻ അങ്ങോട്ട് ഇട്ടു. ഇനിയിപ്പോൾ അത് ഇച്ചിരിയായിട്ട് ബാക്കി വയ്ക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞങ്ങളുടെ വീഡിയോസ് കാണുന്നവരെല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഓക്കെ, ബൈ.